നമസ്തേ. വൃത്തികൾ എന്താണ്? വൃത്തികൾ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ 13 നാട്യപ്രയോഗത്തിൽ ഒന്നാണ് വൃത്തി. എന്താണ് വൃത്തികൾ? വാസ്തവത്തിൽ ഈ വൃത്തിയെ വിശദീകരിക്കുന്ന ആദ്യ ഭാഗമൊന്നുമല്ല ഇത്, രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. മുൻപൊരു ഭാഗത്തിൽ വൃത്തി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഒരു കഥയൊക്കെ, മധുകൈടഭന്മാരെ മഹാവിഷ്ണു വധിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കഥ, അത് മുഖാന്തരമാണ്, അതിൽ നിന്നാണ് വൃത്തികൾ ബ്രഹ്മദേവൻ എഴുതി ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ളൊരു കഥയുണ്ട്. അതൊക്കെ ഒരു ഭാഗത്തിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. വൃത്തികളെക്കുറിച്ചൊക്കെ ഏകദേശം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതൊരു രണ്ടാം ഭാഗം എന്ന നിലയിൽ കാണാം. ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തിരിക്കാം. അതൊന്ന് കാണുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് വൃത്തി എന്നൊന്ന് പറയാം. നോക്കൂ, ഇത് സ്വഭാവവിശേഷമാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു കൂട്ടം ജീവജാലങ്ങളെ പക്ഷികൾ എന്ന് പറയുന്നു, ഒരു കൂട്ടത്തെ മൃഗങ്ങൾ, ഒരു കൂട്ടത്തെ മനുഷ്യർ എന്ന് പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കുറേ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണത്, അല്ലേ? ഇത് ഓരോ ഗ്രൂപ്പിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളിതിനെ ഇത് പക്ഷികൾ, ഇത് മൃഗങ്ങൾ, ഇത് മനുഷ്യർ എന്ന് തരംതിരിക്കുന്നത്. ഇതാണ് വൃത്തികൾ. അപ്പോൾ ദൃശ്യകലകളിൽ നടനം എന്ന് പറഞ്ഞ് വേർതിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നടനത്തിൻ്റെ സ്വഭാവ ഭേദങ്ങളാണ് വൃത്തികൾ എന്ന് പറയാം. അപ്പോൾ 4 സ്വഭാവ ഭേദങ്ങളെയാണ്, 4 വൃത്തികളെയാണ് നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി അതെന്തൊക്കെയാണ്? ഒരു നടനത്തിന് ഏറ്റവും മനസ്സിൽ നമ്മൾ ആദ്യം വരുന്ന സ്വഭാവ വിശേഷം ഏതാണ്? ചലനം. ചലനമില്ലാതെ നടനമില്ലല്ലോ. വെറുതെ അരങ്ങാണ്ട് നിന്നാൽ അത് നടനമല്ലല്ലോ, അല്ലേ? ശാരീരിക ചലനം, അത് ശരീരത്തിൻ്റെ ആകാം, കൈ വിരലുകളുടെ ആവാം, കാലുകളുടെ ആകാം, മൂക്കിൻ്റെ ആകാം, കണ്ണിൻ്റെ ആകാം, കവിളിൻ്റെ ആകാം, ചുണ്ടിൻ്റെ ആകാം, അല്ലേ? ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളുടെ ചലനങ്ങൾ, അല്ലേ? ഇതാണ് ഒരു സവിശേഷത. ഇതിന് ആരഭടി വൃത്തി എന്ന് പറയും. ഈ പേര് വന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടി പറയാം. അരഭടന്മാർ, ഊർജ്ജസ്വലരായ ഭടന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് ആരഭടി വൃത്തി എന്ന് വന്നത്. ഇനി എന്താണെന്നുള്ളത്? ചലനം മാത്രമല്ലല്ലോ അതൊരു ഭാഷയല്ലേ. അത് ഒരാളിലേക്ക് എത്തണം എങ്കിൽ ഒരു ഭാഷയിൽ എന്തുണ്ട്? വികാരമുണ്ട്, അല്ലേ? നമുക്കൊരു വിഷയത്തെ അല്ലേ എത്തിക്കേണ്ടത്? ആ മനോവികാരം, അതാണ് സാത്വിക വൃത്തി. ഇനി എന്തുണ്ട്? സംഭാഷണമില്ലേ, വാക്ക്, പാഠ്യം, അതാണ് ഭാരതീയ വൃത്തി. ഇനിയുള്ളത് നമുക്ക് അത്ര പ്രാധാന്യം ഇല്ലാന്ന് തോന്നുമെങ്കിലും ഒരുപാട് പ്രാധാന്യമുള്ളതാണ് സൗന്ദര്യത്തിൻ്റെ ഘടകം, കൈശികി വൃത്തി. അതാണ് ആസ്വാദകരെ അവിടെ പിടിച്ചിരുത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനിത് പറയുമ്പോൾ ചിലർക്കത് സൗന്ദര്യത്തിന് എന്ത് പ്രാധാന്യം എന്ന് തോന്നും. അത് ആളുകളുടെ സൗന്ദര്യമല്ല ഉദ്ദേശിക്കുന്നത്, ഓരോന്നും ചെയ്യുന്നതിലുള്ള സൗന്ദര്യമാണ്. അതായത് നിങ്ങളൊരു ചലച്ചിത്രം കാണുന്നു എന്ന് വിചാരിക്കുക. ഒരു നായിക അല്ലെങ്കിൽ എന്തോ ആരോ ആവട്ടെ, ഒരു നടി കരയുന്നു. അത് മുഖത്തെ വികൃതമാക്കിക്കൊണ്ടുള്ള കരച്ചിലാണെങ്കിൽ നമ്മൾ എത്ര നേരം നോക്കി നിൽക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ കരയുമ്പോഴാണെങ്കിലും ദേഷ്യപ്പെടുമ്പോഴാണെങ്കിലും ചിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മുഖത്തെ അട്രാക്ഷൻ പോവാണ്ട് വേണം ചെയ്യാൻ. അതൊരു ഘടകമാണ് നടനത്തിൽ. നമ്മൾ സാധാരണ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയോ? കരച്ചിലായിക്കോട്ടെ, നെഞ്ചത്തടി ആയിക്കോട്ടെ, എന്തും. അതുകൂടി അത് ആസ്വാദകർക്ക് അതിലൊരു ഭംഗി തോന്നണം. ചിരിയിൽ മാത്രമല്ല ഭംഗിയുള്ളത്, അങ്ങനെ ഒരു ഘടകം അതിലുണ്ട്. അതുകൊണ്ടാണ് യൗവനം എപ്പോഴും ഒരു വളരെ പ്രാധാന്യമുള്ള ഘടകമായി വരുന്നത്. ഊർജ്ജസ്വലത, ഇതെല്ലാം ഇതിനകത്ത് വളരെ വലിയൊരു ഘടകമായി വരുന്നത്. എന്തുമാവട്ടെ, അപ്പോൾ 4ാമത്തെ വൃത്തി കൈശികി വൃത്തി, കേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ കേശത്തെ കൊണ്ട് നമുക്ക് എന്താ വാസ്തവത്തിൽ ഉപയോഗം? മുട്ടയടിച്ചു എന്ന് വെച്ച് പ്രശ്നമുണ്ടോ? ഇല്ല. ഇത്
വിത്ത് സൗന്ദര്യവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൈശികി വൃത്തി എന്ന് പേര് വന്നത്. ഇനി പറയുന്നുണ്ട്, ഇത് ഓരോന്നും ഓരോ വേദത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഭാരതീയ വൃത്തി ഋഗ്വേദത്തിൽ നിന്നും, ഭാരതീയ വൃത്തി ഋഗ്വേദത്തിൽ നിന്നും ഉച്ചാരണത്തിനാണ് പ്രാധാന്യം. യജുർവേദത്തിൽ നിന്നും ആരഭടി വൃത്തിയാണ്. അതുപോലെ കൈശികി വൃത്തി അഥർവവേദത്തിൽ നിന്നും, പിന്നുള്ളത് സാത്വിക വൃത്തി അഥർവവേദത്തിൽ നിന്നും, കൈശികി വൃത്തി സാമവേദത്തിൽ നിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇതൊക്കെ നേരത്തെയുള്ള ഭാഗത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തി ഉണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികൾ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രവൃത്തിയെ, മധുകേടവന്മാരെ വധിക്കുന്നതായ പ്രവൃത്തിയെ നോക്കിക്കണ്ടാണ് അത് എഴുതിയിട്ടുള്ളതെന്നും ഒക്കെയുള്ളൊരു കഥയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ശരി, ഇനി ഈ ഓരോ വൃത്തികൾക്കും അംഗങ്ങളുണ്ട്. അതാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഭാരതീയ വൃത്തിയുടെ അംഗങ്ങൾ. ഭാരതീയ വൃത്തിക്ക് 4 അംഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ അറിയാമല്ലോ എന്താ അംഗങ്ങൾ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമില്ല, ഭാരതീയ വൃത്തി വാക്കാണ് അല്ലേ, പാഠ്യമാണ്, സംഭാഷണമാണ്, ഡയലോഗ് ഡെലിവറിയാണ്. അതെങ്ങനെയൊക്കെ പ്രയോഗിക്കാം എന്നുള്ളതാണ്, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് സംസ്കൃതത്തിലാകാം, പ്രാകൃതത്തിലാകാം. ഭാഷയെക്കുറിച്ചെല്ലാം നേരത്തെ 4-5 ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതലാക്കി മനസ്സിലാക്കാം. ഭാരതീയ വൃത്തിക്ക് 4 അംഗങ്ങളാണ്. പ്രരോചന, ആമുഖം, വീഥി, പ്രഹസനം. പ്രരോചന എന്ന് പറയുന്നത് നമ്മളുടെ 5-ാം അധ്യായത്തിൽ, പൂർവരംഗം എന്ന 5-ാം അധ്യായം കൂടി ഇത് കാണും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ടില്ലെങ്കിൽ ഒരു തുടർച്ച കിട്ടില്ല. അപ്പോൾ പൂർവരംഗം എന്ന അധ്യായം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നൃത്തം അവതരിപ്പിക്കുന്നതിന് മുമ്പ് വേദിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തിരശ്ശീലയ്ക്ക് മുൻപ്, തിരശ്ശീലയ്ക്ക് പിന്നിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡിവിഷനും ഇത്ര സ്റ്റെപ്പ് ഒക്കെ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശരി, ഇത് പൂർവരംഗത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രരോചനം. എന്തിനു വേണ്ടി ചെയ്യുന്ന? കാര്യസിദ്ധിക്ക്, മംഗളം, അഭ്യുദയം, ശത്രുജയം, സർവപാപനാശം, ഇതിനു വേണ്ടി ഇവയെല്ലാം നൽകുന്നതാണ് ഈ പൂർവരംഗത്തിലെ പ്രരോചനം എന്ന അംഗം. അത് ഇപ്പോൾ നമ്മൾ മംഗളസ്തുതി ചൊല്ലില്ലേ, മംഗള ശ്ലോകമായിട്ടാകാം, അത് പദ്യരൂപത്തിലോ ഗദ്യരൂപത്തിലോ ആകാം, അത് സംഭാഷണം പോലെ ആകാം, അല്ലെങ്കിൽ അതൊരു ശ്ലോകമായിട്ടോ അങ്ങനെ ആകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് പ്രരോചന. വാക്കുകൊണ്ടല്ലേ, അതാണ് വാക്കുകൾ അല്ലെങ്കിൽ പാഠ്യഭാഗം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ആമുഖം. ആമുഖം എന്താ? ആമുഖ പ്രഭാഷണം. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ടേ, ഇൻട്രോ വേണമല്ലോ, അതാണ് ആമുഖം. ഈ ആമുഖം തന്നെ ഇതിൽ 5 വിധം പറയുന്നുണ്ട്. ആമുഖാംഗങ്ങൾ 5 എണ്ണം പറയുന്നുണ്ട്. ആമുഖത്തിന്റെ പ്രത്യേകത എന്താ? ആരാ വന്ന് ആമുഖം പറയുന്നത്? തൊട്ട് കഴിഞ്ഞ ഭാഗം ഒന്ന് കണ്ടാൽ അറിയാം. അതിനകത്ത് ഞാൻ പലതരത്തിലുള്ള നടീനടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് സൂത്രധാരനും നടനും ഒക്കെ പറയുന്നുണ്ട്, പാരിപാർശ്വികൻ ഒക്കെ ഞാൻ പറയുന്നുണ്ട്. വിദൂഷകൻ, നടിയെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ സൂത്രധാരനാണ് വന്ന് ആമുഖം പറയുന്നത്. ഇനി സൂത്രധാരൻ തന്നെ പറയണമെന്നില്ല, പാരിപാർശ്വികനും പറയാം. അതായത് സൂത്രധാരൻ്റെ സഹായിയാണ്. ആരാണ് ഈ സൂത്രധാരൻ? എന്താണ് സൂത്രധാരൻ്റെ പ്രത്യേകത എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ ആ ഭാഗം ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ അറിയാം, സൂത്രം ധരിക്കുന്നവൻ, ചരട് വലിക്കുന്നവനാണ്, മാസ്റ്റർ മൈൻഡാണ്. ഓക്കെ, അതും ആചാര്യൻ തന്നെയാണ്. എന്തായാലും ഇവരെ എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. കഥയെ വരേക്കും എന്തിനാണ് ഈ മുന്നിൽ വന്ന് ആമുഖം പറയുന്നത്? പ്രേക്ഷകർക്ക് ഒന്നുകിൽ കഥയുടെ ഒരു രത്നചുരുക്കം പറഞ്ഞു കൊടുക്കാനാവാം, അല്ലെങ്കിൽ ഈ സന്ദർഭം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാകാം, ഇല്ലെങ്കിൽ ആകാംക്ഷയോ കൗതുകമോ വർദ്ധിപ്പിക്കാനാകാം. ഇതൊക്കെ ആമുഖത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി ഇത് 5 വിധത്തിൽ പറയുന്നുണ്ട്. പേരൊക്കെ കേട്ട് ആരും പേടിക്കരുത്. ഞാനൊന്ന് ആദ്യമൊക്കെ വായിച്ചപ്പോൾ ഞാൻ പേടിച്ചായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഈ ആമുഖം ഇങ്ങനെ പല രീതിയിൽ. ഇപ്പം ഈ 5 വിധത്തിൽ, ഇതിൽ പറയുന്ന 5 വിധം മാത്രമേ ഉള്ളൂ ആമുഖം പറയാൻ പാടുള്ളൂ? ഇല്ല, പലതരമുണ്ട്. ഇത് 10,000-2000 വർഷം മുമ്പ് അന്നത്തെ ചിന്തയിൽ വന്നത് കുറച്ച് കുറിച്ച് വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അന്ന് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഇത് മാത്രം ആയിരുന്നിരിക്കില്ല. ഇതിൽ പറയുന്നത് ഉദ്ഘാത്യകം, കഥോദ്ഘാതം, പ്രയോഗാതിശയം, പ്രവൃത്തകം, അവലഗിതം, ഇങ്ങനെയുള്ള 5 പ്രയോഗങ്ങളാണ് പറയുന്നത് കേട്ടോ. 5 അംഗങ്ങളാണ് പറയുന്നത്. ഇതിനൊക്കെ ഉണ്ടല്ലോ, ഓരോന്നിനും നമുക്ക് പക്ഷാന്തരങ്ങളുണ്ട്. പക്ഷാന്തരം എന്ന് വെച്ചാൽ
ഒരു ഗ്രന്ഥത്തിലാകാം, പല ഗ്രന്ഥങ്ങളിലാവാം, ഒരു വാക്കിനെ തന്നെ പല വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാവാം. അതിന് പല ഇപ്പോൾ ഇതിന് തന്നെ ഈ ഉദ്ഘാത്യകത്തിന് തന്നെ 2 വിധത്തിലുള്ള വിശദീകരണം പലയിടത്തും കണ്ടിട്ടുണ്ട്. അതായത് ആമുഖമല്ലേ, അപ്പോൾ 2 പേരുണ്ടാവാം. നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, സൂത്രധാരനും നമ്മുടെ സഹായി പാരിപാർശ്വികനും ഉണ്ടാവാം, അല്ലെങ്കിൽ വിദൂഷകനോ നടിയോ ഉണ്ടാവാം. ഒരു ചോദ്യോത്തരങ്ങളിലൂടെയാണ് അവർ ആമുഖം പ്രകടിപ്പിക്കുന്നത്. അതായത് ഈ പറയേണ്ട കാര്യത്തിലേക്ക് കടക്കുന്ന ലീഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിനുത്തരം പറയുന്ന രീതിയിലാണ്. അത് ഓരോരോ രീതികളാണ്. ആമുഖം, ഇൻട്രോ എങ്ങനെ വേണം, അത് ഓരോരോ രീതികളാണ്. അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാവാത്ത പദങ്ങളെ മറ്റു പദങ്ങളോട് ചേർത്ത് പറയുന്നതിനും ഈ ഉദ്ഘാത്യകം എന്ന് പറയുന്നുണ്ട്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പറയുകയാണ്, രശ്മി. മനസ്സിലായില്ല, കേട്ട ആൾക്ക് മനസ്സിലായില്ലേ, സൂര്യരശ്മി. അപ്പോൾ രശ്മിയുടെ അർത്ഥം മനസ്സിലായി. ആക്ച്വലി രശ്മിയുടെ അർത്ഥം പ്രത്യേകമായിട്ട് പറഞ്ഞോ? ഇല്ല, സൂര്യരശ്മി എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് പിടികിട്ടി. ഇങ്ങനെ പറയുന്നതിനും ഉദ്ഘാത്യകം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല ഒരു വാക്കിന് തന്നെ പല പക്ഷാന്തരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ യോജിക്കുന്നത് ചോദ്യോത്തര രീതിയിൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഉത്തരത്തെ പിടിക്കുന്നതായിരിക്കാം ഇവിടുത്തെ ആമുഖത്തിന് യോജിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവലംബിതമുണ്ട്. ഒരു കാര്യത്തിനായുള്ള പ്രവൃത്തി അല്ലെങ്കിൽ സംഭാഷണം, അതിനിടയിൽ വേറൊരു സംഭാഷണം കയറ്റി ആ കാര്യം നേടുന്നതിന്, വേറൊരു വിഷയത്തെ അവതരിപ്പിക്കുന്നതിന്, ഒരു വിഷയം പറയുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ട് ആസ്വാദകരറിയാത്ത രീതിയിൽ വേറൊരു വിഷയത്തെയും കൂടി അതിലൂടെ അവതരിപ്പിക്കുന്നു. അതാണ് അവലംബിതം. അപ്പോൾ ഇതും ഒരു രീതിയിലുള്ള ആമുഖ അംഗമാണ്. പിന്നെ പറയുന്നത് കഥോത്കാദം. ഇത് സൂത്രധാരൻ പറയുന്ന വാക്യത്തെയോ അതിൻ്റെ അർത്ഥത്തെയോ അവലംബിച്ചുകൊണ്ടാണ് പാത്രപ്രവേശനം നടക്കുന്നത്. സൂത്രധാരൻ പറയുന്ന രീതിയിലുള്ള പാത്രപ്രവേശനം. ഇനി വേറൊന്നുണ്ട്, സൂത്രധാരൻ ഒരു പ്രയോഗം പറയുന്നതിനിടയ്ക്ക് വേറൊരു പ്രയോഗവും കൂടെ കൂട്ടിയിണക്കുക. ഇതാണെന്ന് തോന്നുന്ന വിധത്തിൽ ഇനി ഈ കൂട്ടിയിണക്കുന്ന രീതിയിലാണ് കഥാപാത്രം പ്രവേശിക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞു വരുന്ന രീതിയിലല്ല. അത് കേട്ടോണ്ടിരിക്കും ആസ്വാദകർ. വേറൊരു സാധനം കൂടി ഇതിനിടയ്ക്ക് കൂട്ടിയിണക്കുന്നുണ്ട്. ഈ ഇടയ്ക്കൂടെ കൂട്ടിച്ചേർക്കുന്ന രീതിയിലായിരിക്കും പാത്രപ്രവേശനം നടത്തുന്നത്. അത് പ്രയോഗ അതിശയം എന്ന് പറയും. ഇനി പ്രവൃത്തകമുണ്ട്. അതായത് നമ്മുടെ കഥ ഏത് കാലഘട്ടത്തിലെ കഥയെ വേണേലും അവതരിപ്പിക്കാം അല്ലേ? നമുക്കിപ്പോൾ വർത്തമാനകാലത്തിലെ കഥയെ തന്നെ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. രാജാക്കന്മാരുടെ ദേവാസുര യുദ്ധം ഒക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഏത് കാലത്തെയാണ് അല്ലേ? ഏറെക്കുറെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സാങ്കല്പിക കഥകളെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത് അല്ലേ? അതിന് കാലഘട്ടം നിർണ്ണയിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിരുന്നാലും ആമുഖം പറയുന്നത് വർത്തമാനകാലത്തെ, ആ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം ഈ കഥയുടെ ആമുഖം പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് പ്രവൃത്തകം എന്ന് പറയുന്നത്. അപ്പം ഇത് പറയുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒരു രീതിയായിരിക്കും ഒരു നടനത്തിലെടുക്കുന്നത്. ഇതിലേത് വേണമെങ്കിലും സ്വീകരിക്കാം. അങ്ങനെ ഇനിയുള്ളത് ഏത്? 2 ഇപ്പം 2 അംഗങ്ങളെ ആയിട്ടുള്ളൂ. ഭാരതീയവൃത്തിയുടെ 2 അംഗങ്ങൾ, പ്രരോചനവും ആമുഖവും മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയുള്ളത് വീഥിയും പ്രഹസനവുമാണ്. ഈ വീഥിയും പ്രഹസനവും 2ഉം ദശരൂപകങ്ങളിൽ ഓരോന്നാണ്. ഇത് ദശരൂപക വിധാനം പറഞ്ഞിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെയും ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. അതുകൂടി കാണണം. ഞാൻ പറഞ്ഞില്ല, ഒരു ഭാഗം മാത്രമായിട്ട് കാണുമ്പോൾ നിങ്ങൾ മറ്റു പലതും കണ്ടാലേ ഇതിന് ഒന്നിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വീഥി എന്ന് പറയുന്നത് ഈ ഞാനൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാവാൻ പറയാം. ദശരൂപകങ്ങളിൽ 10 രൂപകങ്ങളാണ്, 10 രൂപങ്ങളാണ്, ദൃശ്യ കാവ്യങ്ങളാണ്. അതിലെ 10 രൂപങ്ങളാണ് ഈ പറയുന്നത്. നാടകം, പ്രകരണം, വീഥി, ഈഹാമൃഗം, സമവകാരം, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഓരോരോ പേര്? അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും തിരിച്ചിരിക്കുന്ന പോലെ ഓരോ സ്വഭാവ സവിശേഷത വെച്ചിട്ടാണ് ഓരോന്നിനെയും തരം തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീഥി, ഇപ്പം നമ്മൾ പറയുന്ന ഈ വീഥി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം പങ്കെടുക്കുന്നതാണ്. ധാരാളം ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നിനും ഇതിവൃത്തത്തിന് പ്രത്യേകത ഉണ്ടാവും. ഇന്ന രസപ്രധാനി, ചിലത് ശൃംഗാര രസപ്രധാനിയായിരിക്കും. സമവകാരം എന്ന് പറയുന്നത് വീരരസപ്രധാനിയാണ്. ചിലതിൽ ഹാസ്യം, ഈ പ്രഹസനത്തിനകത്തൊക്കെ ഹാസ്യം നന്നായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. ചിലതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾക്കായിരിക്കും പ്രാധാന്യം. ചിലതിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കാണില്ല, യുദ്ധമായിരിക്കും.
ദേവാസുര യുദ്ധമായിരിക്കും. അപ്പം രൗദ്രവും വീരവും ഒക്കെ ചേർന്നിട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതകളെയൊക്കെ തരംതിരിച്ചിട്ടാണ് ഇതിവൃത്തത്തിൻ്റെ പ്രത്യേകതകൾ കാണും. അംഗങ്ങൾ തിരിക്കുന്നത് ചിലതിൽ 4 അംഗം ഉണ്ടാവും, ചിലതിൽ ഒരംഗമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ 3 അംഗം. ഈ അംഗത്തെക്കുറിച്ചും ഒക്കെ സന്ധി നിരൂപണം എന്ന അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ദശരൂപക വിധാനത്തിൻ്റെ 2 ഭാഗമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതും സന്ധി നിരൂപണത്തിൻ്റെ ഭാഗവും എല്ലാം ഞാൻ ഇതിൻ്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ഈ വൃത്തി തന്നെ ആദ്യത്തെ ഭാഗം ഇതെല്ലാം ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണണം. അപ്പോൾ ഈ വീഥിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വീഥി ഒരംഗം മാത്രമുള്ളതാണ്. അപ്പോൾ ഒരാൾ വന്ന് വേണം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ. അതിലപ്പോൾ സംഭാഷണമായിരിക്കും കൂടുതൽ. ഭാരതീയ വൃത്തിക്ക് പ്രാധാന്യം കൂടുതൽ. കാരണം വേറൊരാളില്ല നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ യുദ്ധം നടത്താനായിട്ട് വേറൊരാളില്ലല്ലോ. അപ്പോൾ ശാരീരിക ചേഷ്ടകളെക്കാട്ടിലും കൂടുതൽ സംഭാഷണമായിരിക്കും. അതുകൊണ്ട് അത് ഇതിലൊരു അംഗമായിട്ട് വന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്? ഒരു അശരീരി കേൾക്കുന്ന പോലെയോ, അല്ല ഒരു ആത്മകഥം പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ആസ്വാദകരമായുള്ളൊരു ചോദ്യോത്തരം പോലെയോ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അടുത്തത് പ്രഹസനം. പ്രഹസനം ഞാൻ പറഞ്ഞല്ലോ, ഇതും ദശരൂപകങ്ങളിലൊന്നാണ്, ഹാസ്യരസ പ്രധാനിയാണ്. ഇത് 2 രീതിയിലുണ്ട്, ശുദ്ധം എന്നും സങ്കീർണം എന്നും പറയുന്നുണ്ട്. ഹാസ്യം, നമ്മൾ ഒരാളെ ഹസിക്കുന്നത് 2 രീതിയിലുണ്ട്. നല്ല ഉദ്ദേശത്തിലുമുണ്ട്, മോശം ഉദ്ദേശത്തിലുമുണ്ട്, അല്ലേ? ഈ ശുദ്ധം എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തിലാണ്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഹസിക്കുന്നത് ആരാണ്, പരിഹസിക്കുന്നത് ആരാണ്? യോഗിയും താപസന്മാരും ഒക്കെയാണ് പരിഹസിക്കുന്നത്. എന്തിനു വേണ്ടി? എങ്ങനെയുള്ളവർ? ദുഷ്ചരിതങ്ങളാണ്, ഓരോരുത്തർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളെയാണ് ഹസിക്കുന്നത്. എന്തിനു വേണ്ടി? അത് മാറ്റി തിരുത്തി കുറിക്കാൻ വേണ്ടിയാണ്. ചീത്ത കാര്യങ്ങളെ ഹസിച്ച് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരും, നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. ചീത്ത ഉദ്ദേശത്തോടെ ചെയ്യുന്നതുണ്ടല്ലോ, അതാണ് സങ്കീർണം. അത് വേശ്യ, ചേടൻ, വിടൻ, ധൂർത്തൻ തുടങ്ങിയ അധമ പ്രകൃതികൾ മോശം സംഭാഷണ വാക്കുകൾ ഉപയോഗിക്കുക, ഒരാളെ കുത്തി നോവിക്കാനാകാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതാണ് സങ്കീർണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഈ പ്രഹസനം എന്ന ഇതിനകത്താണ്. അപ്പം ഈ ശുദ്ധത്തിനകത്ത് വികൃതമല്ലാത്ത ഭാഷയായിരിക്കും, മറ്റേത് വികൃതമായ ഭാഷയായിരിക്കും. അഥവാ പ്രകൃതികളല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ തീർച്ചയായും അത് വികൃത ഭാഷയായിരിക്കും. അതിൽ 13 അംഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് വേറെ. അത് വീഥിയിൽ പിന്നെയും 13 അംഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ദശരൂപക വിധാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ ഇതാണ് ഭാരതീയ വൃത്തി. ഭാരതീയ വൃത്തിയിൽ വാക്കുകളാണ് കൂടുതലായി വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അടുത്തത് സാത്വിക വൃത്തി, ആരഭടി വൃത്തി, കൈശികി വൃത്തിയെല്ലാം ഇനി വരും ഭാഗങ്ങളിൽ വിശദീകരിക്കാം.